ഹായ് ഓൾ ജിൻസ് കോക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വിവാദം പുകയുന്നുണ്ട്. മിക്ക ആളുകൾ ശ്രദ്ധിച്ച് കാണും. സിനിമ സംബന്ധിച്ചുള്ള ഒരു വിവാദമാണ്. മലയാള സിനിമ ഇന്ത്യൻ ഫിലിം പ്രൊഡ്യൂസർ ആൻഡ് ആക്ടർ മിസ്റ്റർ ജി സുരേഷ് കുമാർ. അദ്ദേഹം പണ്ട് കാലം മുതലുള്ള പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുകയും അതിൽ ഒരുപാട് വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന്, ഇൻഡസ്ട്രി വലിയ നഷ്ടത്തിലാണ്, ജൂൺ മുതൽ സിനിമ നിർത്തിവെക്കാൻ പോകണം. ഇതൊക്കെ എന്ത് ബലത്തിലാണ്, എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ ഓരോരോ വിടുവായിത്തരം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ പത്രസമ്മേളനം വിളിക്കാൻ തള്ളുമോ? 2023 ഇവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് റിവ്യൂ നിരോധിക്കും. ആര് നിരോധിക്കാൻ? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഇവരാരിതൊക്കെ നിരോധിക്കാൻ? കോടതിയോ? കോടതി പറയാൻ നിർത്തും. ശരി, കോടതി തന്നെ വിമർശിച്ചിട്ടുള്ളത് 2023 വിമർശിച്ചിട്ടുള്ളത് റിവ്യൂ ബോംബിങ് പാടില്ല, അതുപോലെ തന്നെ ബ്ലാക്ക് മെയിലിംഗ് പാടില്ല എന്നൊക്കെയാണ്. അത് കുറേ വട്ടം സംസാരിച്ച വിഷയമാണ്. ഇപ്പോഴിവരിങ്ങനെ ഈ ജി സുരേഷ് കുമാറും അദ്ദേഹത്തായിട്ട് ചുറ്റിപ്പറ്റിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ഒരു അഭിപ്രായം അങ്ങ് വിടുവാണ്, പടച്ചു വിടുവാണ്. അതായത് ഇവിടെ ഒരു സിനിമയാണ് വിജയിച്ചെന്ന് ഈ വർഷം ഇറങ്ങി 2025 ഒരേ ഒരു സിനിമ വിജയിച്ചു, ബാക്കിയെല്ലാം പൊട്ടിയിരിക്കുകയാണ്. പിന്നെ അത് ഇപ്പോഴും പൊന്മാൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. ആലോചിക്കണം, ഇവർക്ക് സിനിമയോട് എന്ത് സ്നേഹമുള്ളത്. പിന്നെ ഇവിടെ 50 കോടി 100 കോടി 200 കോടി ക്ലബ്ബൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സുഭദ്രയും അപ്പനും ഞാനും അംഗീകരിക്കില്ല. എന്താ കാരണം? ഞങ്ങൾക്ക് ഷെയർ 100 കോടി വന്നാൽ 200 കോടി വന്നാൽ മാത്രമേ അത് അംഗീകരിക്കുള്ളൂ. ഇന്ന് ആൻ്റണി പെരുമ്പാവൂർ ഒരു പോസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ട്. അതിൽ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിലുള്ള എല്ലാ ഇൻഡസ്ട്രിയിലും ഇങ്ങനെ തന്നെയാണ്. 50ഉം 100ഉം 1000 1500 2000 കണക്കാക്കുന്ന കോടികൾ മൊത്തമാണ്, ഗ്രോസാണ്. ആകെ കിട്ടിയ സിനിമയ്ക്ക് കിട്ടിയ അതിൻ്റെ ഇൻകമാണ് പറയുന്നത്. അങ്ങനെ നമ്മളെ ഇൻഡസ്ട്രിയിലും അത് കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തരം അമ്മാവൻ കോംപ്ലക്സ്. അതായത് തങ്ങൾ മതി ഇവിടെ, തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മതി ഇവിടെ, ഞങ്ങൾക്ക് ശേഷം പ്രളയം, മോൻ ചത്താലും കുഴപ്പമില്ല, മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഈ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്. പിന്നെ ഇവരുടെ പ്രശ്നം, നടന്മാർ സിനിമകൾ നിർമ്മിക്കുന്നു. ഇവർ നിർമ്മിക്കുന്ന സിനിമകൾ ഇവർക്ക് വേണ്ടത് ഇവിടെ തട്ടിക്കൂട്ട് പരിപ്പോടെ പടങ്ങൾ ഉണ്ടാക്കി മാർവാടീൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ട് എന്നൊക്കെ പറയുന്നത്. മുൻപ് ഇദ്ദേഹം ഞാനും ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ 2023 ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർവാടി അടുത്ത് നിന്ന് കടമായിട്ടാണ്, പലിശയ്ക്ക് എടുത്തിട്ടാണ് പടം എടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് ഇവരെന്തിനാണ് എടുക്കുന്നത്? ഇവിടെ പൈസയുള്ള പിള്ളേരുണ്ടെന്ന്. ഇവിടെ ഇഷ്ടം പോലെ പൈസയുള്ള ആൾക്കാരുണ്ട്. ആൻ്റണി പെരുമ്പാവൂർ മുതൽ ലിസിൻ സ്റ്റീഫൻ മുതൽ ഗോകുലം ഗോപാലൻ മുതൽ അജിത് വിനായക് മുതൽ അങ്ങോട്ട് നീണ്ടു കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ പണം ഇറങ്ങുന്ന നല്ല പടം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അവർ എടുത്തോട്ടെ, അതിനെന്താ പ്രശ്നം? എന്താ ഇവർ എടുത്തോ, ഇവർ മാർവാടി എടുത്ത് വാങ്ങിച്ചിട്ടോ എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി. എന്നിട്ടിത് മറ്റുള്ളവരെ കുറ്റം പറയുന്നതാണെങ്കിൽ മനസ്സിലാവുന്നില്ല. ഇവിടെ ഷെരീഫ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ നമ്മുടെ ഉണ്ണിമൂന്നിൻ്റെ മാർക്കർ പ്രൊഡ്യൂസ് ചെയ്ത് എന്തോരം കാശ് അങ്ങേര് അത് ഇട്ടേക്കുന്നത്. അതിൽ വണ്ടികൾ ഡിഫൻഡറിൻ്റെ മാത്രമല്ല പറയുന്നത്, ആ സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി നോക്കുക. അത്ര ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ഇത്രയും ദിവസം ഷൂട്ട് ചെയ്ത ഒരു പടം അങ്ങ് ഇറക്കുവാണ്. അതിന് ധൈര്യം വേണം. സ്വന്തം കയ്യിൽ പൈസ എടുത്തില്ല ഇറക്കുന്നത്. ഷെരീഫ് മുഹമ്മദ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ. അതുപോലെ ഇവിടെ പല നടന്മാരും അവരുടെ സ്വന്തം ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതപ്പോൾ പ്രശ്നം എന്താ? അത് അവരുടെ റൈറ്റ് അല്ലേ, അവരുടെ അവകാശമല്ലേ? അതൊന്നും പാടില്ല എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് മാടമ്പികൾ ഇങ്ങനെ സെറ്റപ്പ്. ഇതെന്താ ഇങ്ങനെ? അപ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മുടെ രാജ്യത്ത് പണമുള്ള ആൾക്കാർക്ക് ലീഗലി സിനിമ പിടിക്കാം. അത് പിടിക്കാൻ പാടില്ല എന്ന് വേറൊരാൾക്ക് പറയാനുള്ള യാതൊരു റൈറ്റും ഇല്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ വെറുതെ ഇരുന്ന് അങ്ങ് തള്ളി വിട്ടിട്ട് എന്താ കാര്യം? റിവ്യൂ നിർത്തുന്ന പറഞ്ഞാൽ അതുപോലെ തന്നെ ഇവരല്ലല്ലോ ഒന്ന് തീരുമാനിക്കണ്ടേ? ഇവർ പണമുള്ള ആളുകളാണെങ്കിൽ, എന്താ പറയുക, അത്രയും പവർഫുള്ളായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇവർ സ്വയം നല്ല പടങ്ങൾ പിടിക്കാൻ വേണ്ടി നല്ല രീതിക്കുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടെ ആലോചിച്ച് നോക്കുക, കർണാടക ഇൻഡസ്ട്രിയെക്കുറിച്ച് എപ്പോഴും പറയുന്നു. അവിടെ ഹോംബാലെ പോലത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനി വന്നതിന് ശേഷം ഇത്രയും വലിയ പടങ്ങൾ ഉണ്ടാവുന്നത്. KGF പോലുള്ള പടം വന്ന്. അതുപോലെ ഇവിടെ ആൻ്റണി പെരുമ്പാവൂർ പൈസ മുടക്കം തയ്യാറാവുന്നു. ലൂസിഫറിൻ്റെ 2ാം ഭാഗം L2 വരുന്നു, എമ്പുരാൻ. അത്രയും പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാൻ ഇന്ത്യൻ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത്രയും ബ്രഹ്മാണ്ഡ സിനിമകൾ കൂടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരണം. കോവിഡിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ അറിയാം. നമ്മുടെ ഇൻഡസ്ട്രി അത്രയും ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് മറ്റ് ഭാഷകളിലെ ആളുകൾ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇവിടെ മഞ്ഞുമൽ ബോയ്സും പ്രേമലും പോലത്തെ ചെറിയ പടങ്ങളും ഭ്രമയുഗം പോലത്തെ ചെറിയ പടങ്ങൾ മാത്രം ഉണ്ടായ പോരല്ലോ. ഇവിടെ L2 പോലത്തെ സാധനം വരണ്ടേ? എന്നാലല്ലേ അടുത്ത പരിപാടി പിടിക്കാൻ പറ്റൂ. പൃഥ്വിരാജ് ഇതിൻ്റെ ഒരു ടോർച്ച് ബെയറാണ്. അത് വിനീത് ശ്രീനിവാസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് കണക്ഷൻസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി, ഹോംബാലയായിട്ട്, ലൈക്കയായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി മൊത്തം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി വലിയൊരു മാർക്കറ്റ് മൊത്തമായിട്ട് ഇന്ത്യയിലൊട്ടാകെ ഒരു ചെറിയ ഇൻഡസ്ട്രി സൃഷ്ടിക്കാൻ വേണ്ടി ഇവിടെ ശ്രമിക്കുമ്പോൾ
പരിപ്പ് വട പടങ്ങൾ എടുക്കുന്ന ആൾക്കാർ വന്നിട്ട് പറയാം ഇതൊന്നും പറ്റില്ല, നടന്മാർ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, നടന്മാർ പ്രതിഫലം കുറയ്ക്കണം. ഒരാൾക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ പ്രതിഫലം കൂട്ടും. അത് സൗകര്യം ഉണ്ടെങ്കിൽ അത് അത്രയും കൊടുത്ത് അവരെ വാങ്ങാൻ കാശുള്ള സന്തോഷ് പണ്ഡിറ്റ് പറയാൻ പോലെ പുതിയ മനസ്സുള്ള ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്താൽ മതിയെന്ന്. ഷെരീഫ് മുഹമ്മദ് അത്രയും പൈസ എടുത്ത് ചെയ്തില്ലേ? നിസിൻ സ്റ്റീഫൻ എന്തോരം പടം ചെയ്യുന്നു? ഏറാൻ പോലത്തെ ഒരു പടം കൂടെ ചെയ്തില്ലേ? അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് തിരിച്ചു കിട്ടി. അത് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അത് റിസ്ക് എലിമെൻ്റ് ഇല്ലേ? അപ്പോൾ പടം നന്നായി വന്നു കഴിഞ്ഞാൽ പടം ഓടിക്കോളും, അത് ക്ലബിലൊക്കെ കയറും. അതിന് ഇവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് ഇതൊന്നും ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങൾ മതി ഇവിടെ, ഞങ്ങൾ തീരുമാനിക്കും എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലമൊക്കെ പോയി, പരിപാടി നടക്കൂല. അത്രയും പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഉണ്ട്, അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്, അത്രയും കഴിവുള്ള ഡയറക്ടേഴ്സും റൈറ്റേഴ്സും കൂടെ ഉണ്ട്. നമ്മളിതെല്ലാം സിനിമ കണ്ടിട്ട് എന്നെ പോലുള്ള ആളുകൾ റിവ്യൂവും പറയും. ഇതൊക്കെ ഒരു സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യത്തെ സെറ്റപ്പിനകത്ത് നടക്കുന്ന പരിപാടികളാണ്. ആൾക്കാർ പ്രതിഫലം കൂട്ടും. കാരണം ഇതിന് മുൻപുണ്ടായിട്ടുള്ള വിവാദം എന്താ? നടിമാർക്ക് നടന്മാർ അത്രയും പ്രതിഫലം കിട്ടില്ല. എങ്ങനെ കൊടുക്കുക? കാരണം നടിമാർക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റൂ. പറവതി തിരുവോത്തിനെ വെച്ച് ഇവിടെ മറ്റേ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും പടം ഓടും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊരു ജെൻഡർ ബയസ് അല്ല. അത് അമീർ ഖാൻ തന്നെ മുൻപ് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ജെൻഡർ ബയസ് അല്ല, മാർക്കറ്റ് വാല്യൂ, പ്യുവർ മാർക്കറ്റ് വാല്യൂ. അത് പലപ്പോഴും പറയുന്ന ഉദാഹരണമാണ് നയൻതാര പോലുള്ള താരങ്ങൾ വലിയ പ്രതിഫലം വാങ്ങിക്കുന്നത്. ഇവിടുത്തെ പല മുൻനിര നടന്മാരെക്കാളും പ്രതിഫലം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാർക്കറ്റ് വാല്യൂ. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇവർ വെറുതെ കിടന്ന് അവിടെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് ഇൻഡസ്ട്രിക്കകത്ത് തന്നെ സപ്പോർട്ടില്ലാതെ തെളിവാണ് ആൻ്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇനി ഈ ജി സുരേഷ് കുമാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങൾ അദ്ദേഹം കൂടുതലും റീമേക്ക് ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ലാസ്റ്റ് ചെയ്ത പടങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നീലത്താമര, രതിനിർവേദം, ചട്ടക്കാരി, ഇതെല്ലാം പഴയ പടങ്ങളാണ്. ഇത് വീണ്ടും തട്ടിക്കൂട്ടിയെടുക്കുക. പിന്നെ സ്വന്തം മകളെ വെച്ചിട്ട് ടൊവിനോ അഭിനയിച്ച പടം വാശി, പിന്നെ സീതാ കല്യാണം, ഇതൊക്കെ ഇദ്ദേഹം എടുക്കുന്ന സിനിമകൾ. ഇവിടെ മാർക്കോ പോലത്തെ പടം, L2V പോലത്തെ പടം എടുക്കാൻ അവർ തയ്യാറാകുന്നുണ്ടോ? അപ്പം അങ്ങനെ എടുക്കാൻ ആകുന്ന ആളുകൾ എടുക്കും, അതെടുത്തോട്ടെ. നടന്മാരെ സ്വയം നിർമ്മിക്കും. ഇവിടെ എല്ലാ നടന്മാർക്കും പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇല്ലാത്തതായിട്ട് വളരെ എണ്ണാവുന്ന മുൻനിര നടന്മാർ മാത്രമേ ഉള്ളൂ. അവർ ചെയ്തോട്ടെ. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഉത്സാഹിച്ച് പോട്ടെ, എന്നാലും പരിപാടി നടക്കുള്ളൂ. അതുകൊണ്ട് പഴയ ഹാങ് ഓവറിൽ നിന്നിട്ട് വെറുതെ പത്രസമ്മേളനം വിളിച്ചാലൊന്നും ഇവിടെ നടക്കാൻ പോകണില്ല. ജൂൺ മുതലല്ല എല്ലാ കാലത്തും ഇവിടെ സിനിമ കാണും. അത് ഏത് പ്രൊഡ്യൂസർമാർ വന്നാലും ഏത് നടന്മാരുണ്ടായാലും ഇല്ലെങ്കിലൊക്കെ. കാരണം ഇതൊരു പോപ്പുലർ കൾച്ചറാണ്. ഇത് ആളുകളുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് കാണാൻ താല്പര്യമുള്ളിടത്തോളം കാലം ഇവിടെ സിനിമ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ഇവിടെ നിരോധിക്കണം, സിനിമ അങ്ങ് നിരോധിക്കണം. അത് നടക്കുന്ന കാര്യമല്ലല്ലോ, ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ. അപ്പോൾ അങ്ങനത്തെ പരിപാടി നടക്കാൻ പോകുന്നില്ല. പിന്നെ ഈ പല പ്രദേശങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൂടാതെ കൊച്ചിയിലുള്ള ആളുകളൊക്കെ തന്നെ സിനിമ നിർമ്മിക്കുന്നുണ്ട്. അൻവർ റഷീദ്, അമൽ നീരദ്, ആഷിഖ് അബു, ഇവരൊക്കെ സിനിമ നിർമ്മിക്കുന്നുണ്ട്. പിന്നെ മലപ്പുറം ബേസ് ചെയ്ത ആൾക്കാരുണ്ട്, കാസർഗോഡ് ബേസ് ചെയ്ത ആൾക്കാർ ഇപ്പം വന്നിട്ടുണ്ട് ധാരാളം. അപ്പോൾ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. അല്ലാതെ എല്ലാ കാലവും ഒരു തിരുവനന്തപുരം കുറച്ച് ടീമും കുറച്ച് അങ്ങനെ ഒരു അമ്മാവൻ സെറ്റപ്പുള്ള പരിപാടി മാത്രം നടക്കില്ല. ആ പരിപാടി കഴിഞ്ഞ് ലാലേട്ടൻ തന്നെ മാറി. ആൻ്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷമാണ് ലാലേട്ടൻ മാറിയത്. പണ്ടൊന്നും ലാലേട്ടന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലാലേട്ടന് പ്രതിഫലം പോലും കിട്ടാറുണ്ടായിരുന്നില്ല. പല ബന്ധങ്ങളുടെ പേരിലും വെറുതെ കുറേ സിനിമയിൽ അഭിനയിച്ച് പോയിട്ടുണ്ട്. ആൻ്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷമാണ് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അദ്ദേഹത്തിന് ഒരു അത്രയും മാർക്കറ്റുള്ള ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന രീതിക്കാക്കി കൊണ്ടുവന്നത്. അതായത് ബ്രാൻഡാക്കി മാറ്റിയതിന് പിന്നിൽ ആൻ്റണി പെരുമ്പാവൂർ വലിയ പങ്കുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ L2V വരെയൊക്കെ എത്തി നിൽക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ എടുത്തു നോക്കുന്ന സമയത്ത് പല ആളുകളും സിനിമ ചെയ്യുന്നുണ്ട്. എല്ലാ സിനിമകളും വിജയിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല, അത്രേ ഉള്ളൂ. പക്ഷേ എന്തായി കഴിഞ്ഞാൽ ഇതിനൊക്കെ പണം മുടക്കാൻ നിർമ്മാതാക്കൾ വരണം. അവരെ തടയുക, നടന്മാരെ തടയുക, നടന്മാർ പ്രതിഫലം കുറയ്ക്കണമെന്ന് പറയാം. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മകളൊക്കെ പ്രതിഫലം വാങ്ങാതെയാണ് അഭിനയിക്കുന്നത്, അല്ലല്ലോ. ലാലേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയാണ്, സ്വന്തം സുഹൃത്ത്, അടുത്ത സുഹൃത്തായിട്ട് പറഞ്ഞാണ് ലാലേട്ടൻ്റെ പടം കാണാൻ ആൾക്കാർ തിയേറ്ററിൽ ഇരച്ചു കയറുകൊണ്ട് അദ്ദേഹം മാത്രം പ്രതിഫലം കൂട്ടിയാൽ കുഴപ്പമില്ല, ഇങ്ങനത്തൊക്കെ വരട്ടുവാദം പറയുക. അങ്ങനെ മൊത്തത്തിൽ വെറുതെ ഒരു പുകമറ സൃഷ്ടിച്ചിട്ട് ഒരു കെയോസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായി കഴിഞ്ഞാൽ ഞാനിത് സിനിമ റിവ്യൂ പറയുന്ന ഒരാളെന്ന നിലയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കൊണ്ട് പറഞ്ഞെന്ന് മാത്രം. സിനിമയിൽ നിൽക്കാൻ പോണില്ല, അത് വെറും വ്യാമോഹ. പഴയ പരിപാടി ഇനി നടക്കുകയില്ല. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ഇപ്പം ഗോകുലം ഗോപാലനൊക്കെ ഇതപ്പോൾ മറ്റേ കത്തനാര് പോലത്തെ പടം ജയസൂര്യൻ്റെ അത്രയും മാത്രം സ്റ്റാർ വാല്യുള്ള നടനെ വെച്ചിട്ട് എടുക്കുവാണ്. വേണു കുന്നപ്പള്ളി എന്തോരം പണം ഇൻവെസ്റ്റ് ചെയ്ത് പടം എടുത്തേക്കുന്നു. അങ്ങനെയുണ്ട്, പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ. ജോബി ജോർജ്, കുറേ പേര് സിനിമ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമകളൊക്കെ
ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു ഇൻഡസ്ട്രി ഇത്രയും ഫ്ലറിഷ്ഡായിട്ട് നിൽക്കുന്നത്. എന്നാലാണ് ഈ ഹോംബാലയൊക്കെ പോലെ ലൈക്കേലം പോലെ പാൻ ഇന്ത്യൻ സെറ്റപ്പിൽ വലിയ നടന്മാർ ഇങ്ങോട്ടും വരുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ടും വരണം. അപ്പോൾ അങ്ങനെ പരിപാടി നടക്കണം. അതിന് ഇതുപോലത്തെ വരട്ടുവാദം, അമ്മാവൻ കോംപ്ലക്സ് പരിപാടി ഒന്നും കൊണ്ട് കാര്യമില്ല. അത് നടക്കാനും പോകുന്നില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല.